സോ വെൽക്കം ബാക്ക്. കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ ബിൽ C-12 പറ്റിയിട്ട് ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വാട്സപ്പ് വഴി വന്നു, കുറേ ഇമെയിൽ വഴി വന്നു. അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ വിചാരിച്ചു. ഏതായാലും ഈ C-12 കാര്യത്തിലൊക്കെ രണ്ടിലൊന്ന് ഒരു വലിയ തീരുമാനമൊക്കെ ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ കാർണി ഒരു പ്രസ് കോൺഫറൻസ് ചെയ്യാൻ പോകുന്നുണ്ട് 4th. അതിനുശേഷം പിന്നെ മറ്റുള്ള മിനിസ്റ്റേഴ്സും മറ്റുള്ള അനൗൺസ്മെൻറ്റൊക്കെ എന്തൊക്കെയോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കമ്മിങ് മന്ത്സിൽ. ബട്ട് ഇവർ ഈ ഒരു 3 ചോദ്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ചോദ്യങ്ങളാണ്. അത് കൂടുതൽ ആൾക്കാരും അയച്ച പല ക്വസ്റ്റ്യൻസ് ഞാനായിട്ട് ഫിൽട്ടർ ചെയ്ത് എനിക്ക് ഏറ്റവും നന്നായി തോന്നിയൊരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു 3 ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് വർത്ത് വാച്ചിങ് ടിൽ ദ എൻഡ്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നത്, ഞാൻ കാനഡയ്ക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഏത് രാജ്യത്ത് പോകണം, ഏത് വെസ്റ്റേൺ കൺട്രിയാണ് ബെസ്റ്റ്? എനിക്ക് എന്തായാലും വെസ്റ്റിൽ പോകണം, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബട്ട് ഇത് നമ്മുടെ കേരളത്തിലെ ഒരുപാട് യുവജനങ്ങളുടെ ഒരു ആഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നതുകൊണ്ട് ഇവർ ഗൾഫ് കൺട്രീസിലോട്ട് പോകുന്നില്ല. ഗൾഫ് കൺട്രീസിൽ പോകുന്നുണ്ടായിരിക്കും, ബട്ട് മേ ബി മലബാർ സൈഡിൽ നിന്നൊക്കെ പോകണ്ട. ബട്ട് ഞാൻ ഇപ്പോഴും മലബാർ സൈഡിൽ നിന്നുള്ളവരും ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ നോക്കുന്നത്, വെസ്റ്റേൺ കൺട്രീസിലോട്ട് വരാൻ നോക്കുന്നത്. പിന്നെ ഒരു തൃശ്ശൂർ കഴിഞ്ഞാലുള്ള കാര്യം പിന്നെ പറയുക വേണ്ട, എല്ലാവർക്കും വെസ്റ്റേൺ കൺട്രീസ് തന്നെ പോകണം. അപ്പോൾ അതിനിപ്പോൾ എന്തെല്ലാം നെഗറ്റീവ് ന്യൂസ് കണ്ടാലും ചിലപ്പോൾ അവർ ആരുടെയെങ്കിലും വർത്തമാനമൊക്കെ കേട്ടിട്ട് പല കാര്യങ്ങളും ടേക്ക് ഇറ്റ് ഈസി പോളിസി എടുത്തിട്ട് അവർ വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം, അതായത് ഞാൻ കാനഡ അല്ലെങ്കിൽ പിന്നെ എവിടെ പോകണം? അപ്പോൾ ഞാൻ എന്താ പറയുക? സ്വാഭാവികമായിട്ട് ഞാൻ പറയും പറ്റും ഓസ്ട്രേലിയക്ക് പോക്കോ, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ പോക്കോ, അതല്ലെങ്കിൽ US ടഫ് ടാർഗറ്റ് ഓൺലി ഫോർ സൂപ്പർ റിച്ച് പീപ്പിൾ, മേ ബി മാസ്റ്റേഴ്സൊക്കെ പഠിക്കാൻ പറ്റുമായിരിക്കും. ബട്ട് സാധാരണക്കാർക്കൊക്കെ ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ ടാസ്ക്. പിന്നെ ജർമ്മനി പറഞ്ഞു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഫേവറേറ്റ് കൺട്രി ഞാൻ എപ്പോഴും പറയാം നോർവേ. ഈ കാനഡ വിട്ട് കഴിഞ്ഞാൽ നോർവേ, ഓസ്ട്രിയ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യം, ഫിൻലാൻഡ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകുകയാണെങ്കിൽ നല്ലതാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസ്, പിന്നെ സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. സ്വിറ്റ്സർലാൻഡൊക്കെ ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പഠിക്കാൻ പോകാൻ നല്ല രാജ്യമാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അറിവ്, ഞാൻ ചെറുപ്പത്തിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡിലൊക്കെ ഞാൻ പോയി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. ബട്ട് അത് നടന്നില്ല ആ സമയത്ത്. ബട്ട് ഞാൻ എന്താ പറഞ്ഞാൽ ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾ, ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ്. വളരെ നല്ല ആൾക്കാരും നല്ല പ്രകൃതി ഭംഗിയും നല്ല പീസ് ഓഫ് മൈൻഡുള്ള രാജ്യങ്ങളാണ്. ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ബി ഡാം എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി ഫോർ എവരി വൺ. പലരും എന്നോട് വന്നിട്ട് കമൻറ്റ് ചോദിക്കും, സാറേ ഓസ്ട്രിയ എങ്ങനെയാണെന്നൊക്കെ. ഞാൻ പറയും, നോക്ക്, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് യു ഹാവ് ടു ഓൾസോ ടോക്ക് ടു ദ റൈറ്റ് പേഴ്സൺ. ഐ എം നോട്ട് എ ലോയർ ഓർ കൺസൾട്ടൻറ്റ് ഫോർ ഓസ്ട്രേലിയ. സോ ഒബ്വിയസ്ലി എല്ലാത്തിലും അതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, കളിപ്പീര് ഒരുപാടുണ്ട്, ഉടായ്പകൾ ഒരുപാടുണ്ട്. സോ ബി വെരി കെയർഫുൾ. ശ്രദ്ധിച്ചിട്ട് അതിനെപ്പറ്റി അറിയുന്ന, അതിനെപ്പറ്റി ആരുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പാർട്ടി എടുത്ത് അന്വേഷിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക. ബട്ട് ദോസ് ആർ ഗുഡ് കൺട്രീസ്, നോ ഡൗട്ട്. ഈവൻ ഞാൻ ഇടയ്ക്ക് കേട്ടു ജാപ്പാൻ പോലും ഒരുപാട് ഡിമാൻഡുണ്ട് ഇന്ത്യൻ IT-കാർക്കൊക്കെ. ജാപ്പാനിലൊക്കെ പോപ്പുലേഷൻ പുറകോട്ട് പോവുകയാണ്. പലയിടത്തും നിങ്ങൾ ആലോചിക്കണം, ഈ ഫ്രാൻസൊക്കെ ഒരുപാട് ഈ ആഫ്രിക്കൻ എമിഗ്രൻസിനെയൊക്കെ കൊണ്ടുവരുന്ന, ഫ്രാൻസിന് എമിഗ്രേഷൻ ആൾക്കാരെ ഇഷ്ടമായിട്ടൊന്നുമല്ല. ഫ്രാൻസിൻ്റെ പോപ്പുലേഷൻ മൈനസ് ഗ്രോത്തിലേക്ക് പോകുമ്പോൾ രാജ്യം പിടിച്ചേക്കുള്ള ജനങ്ങൾ വേണ്ടേ? കാരണം സായിപ്പിനെ പിള്ളേരും കുടുംബമൊന്നും വലിയൊരു ഹെഡേക്ക് ആയിട്ട് അവർ കാണുന്നത്. പിന്നെ ആകപ്പാട് ഈ ആഫ്രിക്കൻസും ഏഷ്യക്കാരാണ് ഇപ്പോൾ ഈ ഫാമിലി സിസ്റ്റത്തിലൊക്കെ കുറച്ചൊക്കെ പിടിച്ചെന്ന് പോകുന്നത്. അപ്പോൾ അവർ കൊണ്ടുവരികയാണെങ്കിൽ ഫാമിലി, കുട്ടികൾ, ജനറേഷൻ ഒരു ഇതായിട്ട് രാജ്യം പിടിച്ചു നിന്ന് പോകും. ഏത് രാജ്യമായാലും പോപ്പുലേഷൻ ഡീഗ്രോത്ത് വന്ന ആ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ ആ രാജ്യത്ത് എന്ത് ബിസിനസ്, എന്ത് കൺസ്ട്രക്ഷൻ, എന്ത് ഹെൽത്ത് കെയർ, എന്ത് എഡ്യൂക്കേഷൻ, ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു സീക്രട്ട്. ഈ എമിഗ്രേഷൻ ഇവരൊക്കെ അലോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ തന്നെ, ഈ രാജ്യങ്ങളൊക്കെ അലോ ചെയ്യുന്നതിൻ്റെ പല കാരണങ്ങളും. ഈവൻ കാനഡ പോലും, കാനഡയ്ക്ക് 100 മില്യൺ വരെയൊക്കെ ഇമിഗ്രേഷൻ എടുക്കേണ്ട പ്ലാനൊക്കെ ഉണ്ട്. ബട്ട് ദേ ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അപ്പോൾ ഫോർകാസ്റ്റും ഒരു കൊച്ചു ടൗൺ ബിൽഡ് ചെയ്യും. ആ കൊച്ചു ടൗണിൽ ഒരു 10,000 ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഇവരുടെ കൊച്ചുങ്ങൾക്കുള്ള സ്കൂൾ വേണം, അവർക്ക് വേണ്ട ഹോസ്പിറ്റൽ വേണം, അവർക്ക് വേണ്ട റോഡ് വേണം, അവർക്ക് വേണ്ട പിന്നെ എന്താ പറയേണ്ടത് സൂപ്പർ മാർക്കറ്റ് വേണം, അവർക്ക് വേണ്ട മറ്റുള്ള പിന്നെ പോലീസും സേഫ്റ്റിയും വേണം, ഫയർ സേഫ്റ്റി വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു 10,000 രൂപ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഡംപ് ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ രാജ്യങ്ങൾ ദേ റിയലി കെയർ ഫോർ പീപ്പിൾ, ദേ ആർ ഈവൻ കെയർ ഫോർ ആനിമൽസ്. അങ്ങനെയുള്ള രാജ്യങ്ങളാകുമ്പോഴത്തേക്ക് ഇവരെ സംബന്ധിച്ച് അതൊക്കെ വലിയ ഒരു മേജർ ഒരു ചാലഞ്ച് തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2025-26 കാനഡയിൽ വരുന്നതിൽ വലിയ കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൂടുതൽ ചോദിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും കാനഡൻ്റെ വെളിയിലുള്ളവരാണ്. കാരണം കാനഡൻ്റെ അകത്തുള്ളവർ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ പലരും കാനഡൻ്റെ പുറത്തുള്ളവർക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൽ കാര്യമുണ്ടോ, എൻ്റെ മകൻ ഇപ്പോഴും കാനഡയ്ക്ക് പോയി പഠിക്കണം, എൻ്റെ മകൾക്ക് ഇപ്പോഴും കാനഡയിൽ പോയി പഠിക്കണം, ദുബായിലുള്ള എൻ്റെ ബ്രദറിന് കാനഡയിൽ വന്ന് സെറ്റിലാണെന്ന് ആഗ്രഹം,
അവൻ്റെ പിന്നെ 1-2 ഫ്രണ്ട്സ് അവിടെ ഓൾറെഡി വളരെ ഹാപ്പി ആയിട്ട് സെറ്റിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള എൻക്വയറികൾ പല ഭാഗത്തുനിന്നും വരും. കമ്മിങ് ബാക്ക് ടു ദ ആൻസർ, എന്നോട് ആത്മാർത്ഥമായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇപ്പോൾ ഈ ബിൽ C-12 കൂടി വരുമ്പോഴേ നമുക്കൊരു ഫുൾ ക്ലാരിറ്റി വരത്തുള്ളൂ. എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും ചിലതൊക്കെ എനിക്ക് മാറ്റി പറയേണ്ടി വരും. 1 മാസം 2 മാസം കഴിയുമ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ മാറുന്നതിന്. ബട്ട് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു, അകത്തുള്ളവർ തന്നെ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്ത് പുറത്തുനിന്നുള്ളവർ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് ഗോയിൻ ടു ബി ഈസി. But probably in next 1 or 2 years, if you are coming with a long-term plan, yes, it makes sense. If you are coming with good financial reserves, it makes sense. ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു $100,000 ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ, ആൻഡ് ദേ ആർ കമ്മിങ് വിത്ത് എ ലോങ് ടേം ഒബ്ജക്റ്റീവ്, യെസ് ഇറ്റ് കുഡ് മേക്ക് സെൻസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാണ്, കാരണം 30-40% പോപ്പുലേഷൻ ഈസ് സീനിയേഴ്സ്. അപ്പോൾ അവർക്ക് പിന്നെ പോയി പറഞ്ഞാൽ ഈ ജോബ് റീപ്ലേസ് ചെയ്യാൻ ആൾക്കാർ വേണം. മാത്രമല്ല ഇവരെ നോക്കാൻ ഒരുപാട് സീനിയർ കെയറും ഹെൽത്ത് കെയറും ഫെസിലിറ്റിയൊക്കെ വേണം. അപ്പോൾ അതിനൊക്കെ എന്തായാലും ആൾക്കാർ ഡിമാൻഡ് എന്തായാലും അവിടെ കാണും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജോബ് കിട്ടണമെന്ന് ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ പറഞ്ഞ അറ്റ്ലാന്റിക് പ്രോവിൻസിലോ ആൽബർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ഗ്യാരണ്ടി. കിട്ടിയിട്ടില്ലെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു സർവൈവ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി പരാധീനതയുള്ളവർ പ്ലീസ് ഡോണ്ട് സെൻഡ് ദെയർ ചിൽഡ്രൻ ടു കാനഡ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടി ഇവിടെ വന്നിട്ട്, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും വന്നിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് മാനേജ് ചെയ്തോളും, ജോലി കണ്ടുപിടിച്ചോ, നാട്ടിലെ ഏജൻറ്റുമാർ പറഞ്ഞ് പറ്റിച്ച് ഒരുപാട് പേരിവിടെ ഓൾറെഡി പെട്ട് കിടക്കുകയാണ്. ഏജൻറ്റുമാരുടെ വർത്തമാനം കേട്ട്. അതുപോലെ ഇനിയും ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് അവരുടെ വന്ന് അവരും കഷ്ടപ്പെടും, നിങ്ങൾക്ക് നാട്ടിൽ അതും ഫ്രസ്ട്രേഷൻ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുക, അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രത ഉള്ളവർ മാത്രം കാര്യങ്ങളൊക്കെ ശരിക്കും ഹോംവർക്കൊക്കെ ചെയ്ത് പഠിച്ചിട്ട് ഇങ്ങോട്ട് അയക്കുക. PR കിട്ടാൻ സാധ്യതയുള്ള പ്രോവിൻസിലോട്ട് അയക്കുക. സ്റ്റുഡൻ്റായിട്ട് വരുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം ഓൾറെഡി ഇപ്പോൾ കാനഡയിലോട്ട് സ്റ്റുഡൻറ്റ് വരുന്നതൊക്കെ ഒത്തിരി കുറഞ്ഞു. 60-65% റെഫ്യൂസലും കുറഞ്ഞു. പലർക്കും ഇവിടുത്തെ അവസ്ഥകളൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ വന്നവർ തന്നെ പെട്ട് കിടക്കുകയാണ്. പലർക്കും PR ആവാൻ പറ്റുന്നില്ല, പലർക്കും ജോബില്ല, പലരും കഷ്ടപ്പെടാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഒത്തിരി സ്റ്റുഡൻസ് വരുന്നത് നിർത്തി. ബട്ട് എന്തൊക്കെ പറഞ്ഞാൽ ഈ അമേരിക്ക, കാനഡ, ലണ്ടൻ അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ ജർമ്മനി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇതൊന്നും ഒരിക്കലും നമ്മളെ നാട് ശരിയാവതിടത്തോളം കാലം നാട്ടിൽ ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ പലപ്പോഴും ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റേബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും പലരും ഒരു അൾട്ടിമേറ്റ് ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം ഇവിടെയൊക്കെ വന്ന് പഠിച്ച് ജോബൊക്കെ ആയി സെറ്റിലായി കുടുംബമൊക്കെ ആയി ഒരു ലൈഫിലൊരു ഫാമിലി ബിൽഡ് ചെയ്യാൻ പറ്റിയ രാജ്യങ്ങളാണ് ഇതൊക്കെ. ബട്ട് ഇപ്പോഴത്തെ ഈ കറണ്ട് ചാലഞ്ചസും ക്രൈസിസ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും സ്റ്റുഡൻസ് വരുന്നെങ്കിൽ പ്ലീസ് കം ടു സ്റ്റഡി ഓൺലി ദിസ് കൈൻഡ് ഓഫ് പർട്ടിക്കുലർ ഇൻ ഡിമാൻഡ് കാറ്റഗറി. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാനഡയിലോട്ടൊക്കെ വരുന്നെങ്കിൽ തന്നെ കാനഡയിൽ ഏത് പ്രോവിൻസിൽ പോകണം, പഠിക്കാൻ വരുന്നവനാണെങ്കിൽ എവിടെ ചെന്ന് പഠിക്കണം. അതായത് ഈ 2025-ലും 26-ലൊക്കെ 27-ലൊക്കെ ഇനിയും ആൾക്കാർ വരാതിരിക്കാതെ കനഡിയൻ ഇമിഗ്രേഷൻ ഒരിക്കലും സ്റ്റോപ്പ് ആകാൻ പോകുന്നില്ല. ബട്ട് പ്ലീസ് ഡോണ്ട് കം ടു ഒണ്ടാരിയോ, ഡോണ്ട് ഗോ ടു BC, go to Alberta, go to AIP provinces like Nova Scotia or New Brunswick or Prince Edward, PA ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിലോട്ട് പോവുക. കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഏത് പ്രോവിൻസ് സെലക്ട് ചെയ്യുന്നത് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ ലിവിങ് കോസ്റ്റ് നോക്കണം. ഇപ്പോൾ ടൊറൻറ്റോയിൽ ഇപ്പോഴും ഒരു ഫാമിലിക്ക്, ഒരു 4-member ഫാമിലിക്ക് ഒരു $4,000-5,000 സർവൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം റെൻ്റൊക്കെ കുറേയൊക്കെ ഇപ്പം സെറ്റായി വരുന്നു, റിയൽ എസ്റ്റേറ്റ് കുറേ ചീപ്പായിട്ട് വരുന്നുണ്ട്. ബട്ട് വെൻ യു ഗോ ടു ദോസ് കൈൻഡ് ഓഫ് പ്രോവിൻസസ് ലൈക്ക് ന്യൂ ബ്രോൺസ്വിക്, നോവ സ്കോഷ്യ ആൻഡ് പ്രോബബ്ലി even Alberta, things can be slightly at least 20-30% cheaper. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ബാക്ക്ഗ്രൗണ്ട്. കനഡയിലെ ജനറലായിട്ട് ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ, ചൈൽഡ് കെയർ, അഗ്രികൾച്ചർ, പിന്നെ അത്യാവശ്യം ടെക്കും. ഈ 4-5 ഏരിയകൾ മാത്രമേ ഉള്ളൂ ഇൻ ഡിമാൻഡ്. ബിൽ C-12 ഒന്നും ഇനിയും പാസ്സായിട്ടില്ല. അത് പാസ്സായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നവരെ അതിനെപ്പറ്റി ഈ കാണുന്ന വീഡിയോകളൊന്നും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതെ ജസ്റ്റ് വെയിറ്റ് ടു ഹിയർ ഫ്രം ദ പ്രൊഫഷണൽസ്, റെപ്യൂട്ടബിൾ, റിലയബിൾ സോഴ്സസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വലിയ ന്യൂസുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് എൻ്റെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകളൊക്കെ അടുത്ത ചില ആഴ്ചകളിൽ പ്രതീക്ഷിക്കാം. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ന്യൂസ് ഇസ് coming out of IRCC and the Government of Canada. Thanks for watching and please don't hesitate to share and comment. Thank you. Bye.